ഡിയർ സ്റ്റുഡൻസ്, NIOS +2 പൊളിറ്റിക്സിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 18 ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ഇലക്ടറൽ സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രീതികളെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് എലക്ഷൻ? എന്താണ് തെരഞ്ഞെടുപ്പ്? തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ സമ്മതിദായകർ സ്വന്തം ഇഷ്ടപ്രകാരം പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. സമ്മതിദായകർ എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന ആളുകളെയാണ് സമ്മതിദായകർ എന്ന് പറയുന്നത്. അവർ വോട്ട് ചെയ്ത് അവരുടെ ഇഷ്ടപ്രകാരം എലക്ഷന് നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കും. അങ്ങനെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനെയാണ് എലക്ഷൻ, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇലക്ടറൽ റോൾസ്? ഇലക്ടറൽ റോൾസ് എന്നാൽ എന്താണ്? ഇവിടെ അതിൻ്റെ ആൻസർ നോക്കൂ. ഓരോ നിയോജക മണ്ഡലത്തിലും ഒരു നിശ്ചിത വോട്ടർ പട്ടിക ഉണ്ടായിരിക്കും. ഇതിനെയാണ് ഇലക്ടറൽ റോൾസ് എന്നറിയപ്പെടുന്നത്. ഓരോ നിയോജക മണ്ഡലം അറിയാലോ, ഓരോ ജില്ലകളെ വിവിധ മണ്ഡലങ്ങളാക്കി വേർതിരിക്കും. ആ മണ്ഡലങ്ങളെയാണ് നിയോജക മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്. ഈ നിയോജക മണ്ഡലത്തിൽ ഒരു നിശ്ചിത വോട്ടർ പട്ടിക ഉണ്ടായിരിക്കും. ഇതിനെയാണ് ഇലക്ടറൽ റോൾസ് എന്ന് പറയപ്പെടുന്നത്. പാർലമെന്റ് ഇലക്ഷന് വേണ്ടിയും നിയമസഭാ ഇലക്ഷന് വേണ്ടിയും ഈ വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാക്കുന്നു. അതായത് പ്രധാനമായിട്ടും 3 ഇലക്ഷനാണ് നമ്മുടെ ഇന്ത്യയിൽ വരുന്നത്. അതിൽ ഒന്നാമത്തത് പാർലമെന്റ് ഇലക്ഷൻ, നമ്മൾ MP മാരെ തിരഞ്ഞെടുക്കുമല്ലോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് MLA, നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ. പിന്നെ അതുപോലെ മറ്റൊന്ന് വരുന്നത് പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ടല്ലോ, അതായത് സ്വയംഭരണ മേഖലകളിലേക്കുള്ള ഇലക്ഷനാണ് മൂന്നാമത്തത് വരുന്നത്. അപ്പം ഇങ്ങനെ പാർലമെന്റ് ഇലക്ഷന് വേണ്ടിയും നിയമസഭാ ഇലക്ഷന് വേണ്ടിയും വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാക്കുന്നുണ്ട്. എല്ലാ നിയോജക മണ്ഡലത്തിലും വോട്ട് ചെയ്യാൻ അവകാശമുള്ള എല്ലാ പൗരന്മാരുടെയും പേര് ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഈ ഓരോ നിയോജക മണ്ഡലത്തിലും എലക്ഷൻ വോട്ട് രേഖപ്പെടുത്തുവാൻ അവകാശമുള്ള ആളുകളെ അതാത് നിയോജക മണ്ഡലത്തിലെ വോട്ടർ ലിസ്റ്റിൽ പേര് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് വേരിയസ് ടൈപ്സ് ഓഫ് ഇലക്ഷൻ. വ്യത്യസ്ത തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് രീതികൾ എന്തെല്ലാമാണ്? അതിൻ്റെ ആൻസർ വരുന്നത് ഫസ്റ്റ് ഒന്നാമത്തത് പൊതു തെരഞ്ഞെടുപ്പ്, ജനറൽ എലക്ഷൻ. പൊതു തെരഞ്ഞെടുപ്പാണ് ഫസ്റ്റ് വരുന്നത്. അതായത് നിയമനിർമ്മാണ സഭയുടെ കാലാവധി പൂർത്തിയാകുന്നതിനനുസരിച്ച് സാധാരണഗതിയിൽ നടത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ് പൊതു തെരഞ്ഞെടുപ്പ് എന്നറിയപ്പെടുന്നത്. അതായത് ഇപ്പോൾ ഇന്ത്യയിലെ ഓരോ എലക്ഷനും അല്ലെങ്കിൽ ഓരോ ഗവൺമെൻറ്റിൻ്റെയും കാലാവധി 5 വർഷമാണ്. അപ്പം ഇങ്ങനെ 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുന്നതിനനുസരിച്ച് ഓരോ 5 വർഷം കൂടുമ്പോഴും നടത്തപ്പെടുന്ന എലക്ഷൻ, അതിനെയാണ് ജനറൽ എലക്ഷൻ. നിയമനിർമ്മാണ സഭയുടെ കാലാവധി പൂർത്തിയാക്കുന്നതിനനുസരിച്ച് സാധാരണഗതിയിൽ നടത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ് പൊതു തെരഞ്ഞെടുപ്പ്. ഒരു പുതിയ നിയമനിർമ്മാണ സഭയ്ക്ക് രൂപം കൊടുക്കുവാൻ വേണ്ടിയാണ് പൊതു ഇലക്ഷൻ നടത്തുന്നത്. ഇനി മറ്റൊന്ന് വരുന്നതാണ് ഉപതെരഞ്ഞെടുപ്പ്, ബൈ ഇലക്ഷൻ എന്ന് പറയും. അതായത് ഈ നിലവിൽ ഒരു വ്യക്തിയെ, ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ തെരഞ്ഞെടുത്തതിന് ശേഷം അദ്ദേഹം രാജിവെക്കുകയോ മരണപ്പെടുകയോ അല്ലെങ്കിൽ കോടതി അയോഗ്യത കൽപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ഇലക്ഷനാണ് ബൈ ഇലക്ഷൻ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അംഗങ്ങളുടെ രാജി, മരണം, അയോഗ്യത തുടങ്ങിയവ മൂലം ഒരു നിയമനിർമ്മാണ സഭയിൽ ഉണ്ടാകുന്ന ഒറ്റപ്പെട്ട ഒഴിവുകൾ നികത്തുന്നതിന് വേണ്ടിയാണ് നടത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പുകളെയാണ് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇതിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ കാലാവധി ഒഴിവായ അംഗങ്ങളുടെ അവശിഷ്ട കാലാവധിയായിരിക്കും. അതായത് ഒരു വ്യക്തി, ഒരു MLA 3 വർഷം കഴിഞ്ഞിട്ടാണ് മരണപ്പെട്ടതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് പകരമായിട്ട് പുതിയൊരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലാവധി ബാക്കി വരുന്ന 2 വർഷമേ ഉണ്ടായിരിക്കുകയുള്ളൂ.
ഇനി നെക്സ്റ്റ് വരുന്നതാണ് മിഡിൽ ടേം ഇലക്ഷൻ, ഇടക്കാല തെരഞ്ഞെടുപ്പ്. ഇവിടെ ഒരു നിയമനിർമ്മാണ സഭ കാലാവധി പൂർത്തിയാകുന്നതിൻ്റെ മുമ്പ് പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ മന്ത്രിസഭ തകിടം മറിയുകയോ ഇനി അതുമല്ലെങ്കിൽ നിലനിൽക്കുന്ന മന്ത്രിസഭയ്ക്ക് വിശ്വാസം നഷ്ടപ്പെടുകയോ ചെയ്യുന്ന സമയത്ത് ആ നിയമസഭ പിരിച്ചുവിടും. എന്നിട്ട് വീണ്ടും ഒരു പൊതു ഇലക്ഷൻ സംഘടിപ്പിക്കുന്നു. ഇതിനെയാണ് ഇടക്കാല തെരഞ്ഞെടുപ്പ് എന്ന് വരുന്നത്. ഇനി എന്തെങ്കിലും കാരണവശാൽ മന്ത്രിസഭ താഴെ വീഴുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ മന്ത്രിസഭ താഴെ വീഴുകയോ ഇനി അല്ലെങ്കിൽ മന്ത്രിസഭയിൽ മേലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവിശ്വാസ പ്രമേയം പാസ്സാകും. അങ്ങനെയൊക്കെ വന്ന് ആ ഒരു മന്ത്രിസഭ തന്നെ പൂർണ്ണമായിട്ടും പിരിച്ചുവിടേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ പുതിയ ഒരു ഇലക്ഷൻ നടത്തും. അതിനെയാണ് മിഡ് ടേം ഇലക്ഷൻ, ഇടക്കാല തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് ബ്രീഫ്ലി ദ ഇലക്ഷൻ പ്രോസസ് ഫോളോവ്ഡ് ഡ്യൂറിങ് ലോക്സഭ ഓർ അസംബ്ലി ഇലക്ഷൻ. ലോക്സഭ, അസംബ്ലി പ്രധാനപ്പെട്ട 2 നിയമനിർമ്മാണ സഭയാണ് ലോക്സഭയും അതുപോലെ അസംബ്ലി ഇലക്ഷനും. ഇന്ത്യയിലെ ലോക്സഭ, അസംബ്ലി തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് വിശദീകരിക്കുക. അതിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. സാധാരണഗതിയിൽ ഇന്ത്യയിൽ ലോക്സഭയിലേക്ക് പരക്കെ അംഗീകൃതമായ മറ്റ് ഏജൻസികളിലേക്കും 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തപ്പെടുന്നു. അതായത് പാർലമെൻറ്റിലേക്കും നിയമസഭയിലേക്കും അതുപോലെ സ്വയംഭരണ പഞ്ചായത്ത് അതുപോലെയുള്ള നഗരസഭ, കോർപ്പറേഷൻ ഉണ്ടല്ലോ, ഈ മേഖലയിലേക്കൊക്കെ ഓരോ 5 വർഷം കൂടുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിനും ഒരു നീണ്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങൾ തന്നെ വരുന്നുണ്ട്. അവ ഓരോന്നായാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ഒന്നാമത്തത് വരുന്നത് വോട്ടർ പട്ടിക തയ്യാറാക്കുക. വോട്ടർ പട്ടിക തയ്യാറാക്കലാണ്. തെരഞ്ഞെടുപ്പ് നടപടിക്രമത്തിലെ ആദ്യ പടിയാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നത്. അതാത് നിയോജക മണ്ഡലങ്ങളിൽ ഒരു നിശ്ചിത കാലയളവിൽ താമസക്കാരായുള്ള പ്രായപൂർത്തിയായവരുടെ വോട്ടർ പേരുകൾ ഇതിൽ ഉൾപ്പെടുത്തുന്നു. ഇങ്ങനെയാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്. അതായത് ഇലക്ഷനൊക്കെ വരുന്നതിൻ്റെ ഒരു 2-3 മാസം മുമ്പൊക്കെ ആയിട്ട് നോട്ടിഫിക്കേഷൻ വരും, സർക്കുലർ പുറപ്പെടുവിക്കും. ഇത്രാം തീയതിക്കുള്ളിൽ 18 വയസ്സ് പൂർത്തിയാകുന്നവർക്ക് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ അതാത് മണ്ഡലത്തിൽ ഏത് നിയോജക മണ്ഡലത്തിലാണോ പരിധിയിലാണോ ഉൾപ്പെടുന്നത് ആ നിയോജക മണ്ഡലത്തിൽ പേര് ചേർക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വരുന്നത് വോട്ടർ പട്ടിക തയ്യാറാക്കുക. ഇനി നെക്സ്റ്റ് രണ്ടാമത്തത് വരുന്നത് നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിശ്ചയിക്കുക. ഇവിടെ സാധാരണയായി എല്ലാ സെൻസിങ്ങിനും ശേഷം നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തികൾ നിശ്ചയിക്കാറുണ്ട്. ഇതിന് കാരണം ജനസംഖ്യയിലുള്ള മാറ്റമാണ്. അതായത് ഓരോ നിയോജക മണ്ഡലത്തിലെയും ജനസംഖ്യ അത് ഒന്നിനേക്കാൾ മറ്റൊന്ന് കൂടുതലായി പോകരുത്. അതിനു വേണ്ടിയിട്ടാണ് ഒന്നുകിൽ ചില മണ്ഡലങ്ങളുടെ വിസ്തീർണം കൂടും, ചില മണ്ഡലങ്ങളുടെ വിസ്തീർണം കുറയും. പക്ഷേ ജനസംഖ്യ ഏകദേശം ഒരേ രൂപത്തിൽ കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടാണ് ഓരോ 5 വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഇടക്കാലത്തൊക്കെ വെച്ച് നിയോജക മണ്ഡലത്തിൻ്റെ അതിർത്തിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. രണ്ടാമത്തത് വരുന്നത് നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിശ്ചയിക്കലാണ് രണ്ടാമത്തെ കാര്യം വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തതാണ് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയമനം. ഇവിടെ ഓരോ ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറഞ്ഞിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട ഒരു ഓഫീസർ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് മറ്റുള്ള ഓരോ ഉദ്യോഗസ്ഥന്മാരും വരുന്നത്. അപ്പം ഇങ്ങനെ ഓരോ 5 വർഷത്തേക്ക് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഉദ്യോഗസ്ഥന്മാർ വരുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒന്നാമത്തത്, അതുപോലെ റിട്ടേണിംഗ് ഉദ്യോഗസ്ഥർ, പിന്നെ പ്രിസൈഡിംഗ് ഉദ്യോഗസ്ഥർ, പോളിംഗ് ഉദ്യോഗസ്ഥർ, പോളിംഗ് അസിസ്റ്റന്റുമാർ എന്നിവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിക്കുന്നതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നു. ഇനി നാലാമത്തെ കാര്യം പോളിംഗ് സ്റ്റേഷനുകളുടെയും
ബൂത്തുകളുടെയും സ്ഥാപനം. അപ്പോൾ ഇനി എലക്ഷൻ വരുന്നതിന് മുമ്പായിട്ട് ഓരോ അതിർത്തിയിലെയും അല്ലെങ്കിൽ വാർഡിലെയും പോളിംഗ് സ്റ്റേഷനുകൾ ഏതെല്ലാമാണ്, അതുപോലെ ബൂത്തുകൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഇനി അഞ്ചാമത്തത് വിജ്ഞാപനവും നാമനിർദ്ദേശവും. ഇനി ഇതിന് ശേഷം എന്ത് ചെയ്യും? വിജ്ഞാപനം പുറപ്പെടുവിക്കുക. അതായത് ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെയാണ് എലക്ഷൻ നടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കും. അപ്പോൾ ഈ സമയത്ത് എലക്ഷന് പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ നാമനിർദ്ദേശവും മറ്റു കാര്യങ്ങളൊക്കെ സമർപ്പിക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് വിജ്ഞാപനവും നാമനിർദ്ദേശത്തിലും വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ആറാമത്തത് പ്രകടന പത്രിക. ഇവിടെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രകടന പത്രികകൾ പുറത്തിറക്കുന്നതാണ്. അവരുടെ മുമ്പ് ചെയ്ത കാര്യങ്ങൾ, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് പ്രകടന പത്രിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഏഴാമത്തെ കാര്യമാണ്. ഏഴാമത്തത് വരുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണം. ഇനി ഈ വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ അപ്പോൾ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. പെരുമാറ്റച്ചട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിലവിൽ ഭരിക്കുന്ന പാർട്ടികൾ അവർ മറ്റുള്ള പൊതുപരിപാടികൾ, അതായത് വികസന പരിപാടികളോ അല്ലെങ്കിൽ വികസന പ്രഖ്യാപനങ്ങളൊന്നും നടത്തുവാൻ പാടില്ല. കാരണം അത് വോട്ടർമാരെ സ്വാധീനിക്കുവാനുള്ള ഇടയുണ്ട്. അപ്പോൾ അതിന് ഈ വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ ആ സമയത്തിന് നമ്മൾ എന്ത് പറയും? ഈ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു എന്ന് പറയും. അപ്പോൾ അതിനുശേഷം പിന്നീട് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, പ്രഖ്യാപനങ്ങൾ നടത്തുവാനോ തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും നിലവിൽ ഭരിക്കുന്ന പാർട്ടികൾക്ക് ചെയ്യുവാൻ സാധ്യമല്ല. അതിനു വേണ്ടിയിട്ടാണ് അവർ പ്രകടന പത്രികയൊക്കെ തയ്യാറാക്കുന്നത്. ഇനി ഏഴാമത്തത് വരുന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രകടന പത്രികകൾ പുറത്തിറക്കുന്നു. അതിനുശേഷം അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തികൾ, സ്ഥാനാർത്ഥികൾ പൊതുജനങ്ങളെ കാണുകയും വോട്ട് അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്യുമല്ലോ. പ്രചരണം, അനൗൺസ്മെൻറ്റ്, പിന്നെ വീടുകളിലൂടെയുള്ള പ്രചരണങ്ങൾ, പൊതുപരിപാടികൾ, പൊതുസമ്മേളനങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ, അതുപോലെ കുടുംബസംഗമങ്ങൾ ഇതുണ്ടല്ലോ, കുടുംബസംഗമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ചെയ്യുന്ന വ്യത്യസ്ത രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തികൾ നടക്കുന്നതാണ്. ഇനി അത് കഴിഞ്ഞാലാണ് എട്ടാമത്തതാണ് വോട്ടിംഗ്. ഇവിടെ വോട്ടിംഗ് നിശ്ചിത ദിവസം മുൻപ് തന്നെ പ്രചരണം നിർത്തണം. അതായത് 24 മണിക്കൂറിന് മുമ്പായിട്ട് പ്രചരണങ്ങൾ നിർത്തേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം പൊതുവായിട്ടുള്ള പ്രചരണങ്ങൾ, അതായത് മൈക്കിലൂടെയും അങ്ങനെയൊക്കെ നടത്തുന്ന പ്രചരണ ഇതുണ്ട്, ഇലക്ഷൻ വോട്ട് തേടുന്ന പരിപാടികൾ നിർത്തണം. പിന്നെ അതിനുശേഷം മൗനമായിട്ട് മറ്റുള്ളവരെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കുന്നതാണ് മറ്റൊരു ദിവസം. അതിനുശേഷം ഒരു ദിവസം അതിനായിരിക്കും. അതിനുശേഷമാണ് വോട്ടിംഗ് ദിവസം വരുന്നത്. ആ ദിവസത്തിന് മുമ്പായിട്ട് പ്രചരണ പരിപാടികൾ നിർത്തേണ്ടതുണ്ട്. വോട്ടിങ്ങിന് നിശ്ചിത ദിവസം മുമ്പ് തന്നെ പ്രചരണം നിർത്തണം. തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ച ദിനത്തിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലെത്തി സ്വതന്ത്രമായി വോട്ട് ചെയ്യുന്നു. ഒരാളുകളും അവർ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവർക്ക് വോട്ട് രേഖപ്പെടുത്തും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഒമ്പതാമത്തതാണ് വോട്ടെണ്ണൽ. മുൻകൂട്ടി തയ്യാറാക്കിയ സ്ഥലത്ത് വെച്ച് സ്ഥാനാർത്ഥികളുടെയോ അല്ലെങ്കിൽ പ്രതിനിധികളുടെയോ സാന്നിധ്യത്തിൽ വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തുന്നു. ഇനി എലക്ഷൻ കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ അതായത് എലക്ഷൻ്റെ തീയതി നിശ്ചയിച്ച അതേ ദിവസം തന്നെ അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ എലക്ഷൻ്റെ റിസൾട്ട് എന്നാണ് പ്രഖ്യാപിക്കുന്നത് എന്ന ഡേറ്റും പ്രഖ്യാപിച്ചിരിക്കും. ആ ദിവസം ഓരോ ജില്ലകളിലും ഓരോ കേന്ദ്രങ്ങളുണ്ടായിരിക്കും. അതാത് കേന്ദ്രങ്ങളിൽ വെച്ചിട്ടാണ് എലക്ഷൻ്റെ വോട്ട് എണ്ണൽ നടത്തുന്നത്. അത് ഒന്നെങ്കിൽ സ്ഥാനാർത്ഥികൾ അവിടെ ഉണ്ടായിരിക്കും, ഇനി അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾ ഉണ്ടായിരിക്കും. അവരുടെ സാന്നിധ്യത്തിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. ഇനി നെക്സ്റ്റ് അത് കഴിഞ്ഞാൽ വോട്ടെണ്ണൽ കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടൊക്കെ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷമാണ് സത്യപ്രതിജ്ഞ വരുന്നത്. ഇതിനു ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ സഭയിലെ അംഗങ്ങളാകുന്നതിന് മുമ്പ് പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. പിന്നെ അതിനുശേഷം ഒരു ദിവസം അവർ നിയമസഭയിൽ MLA-മാരാണെങ്കിൽ നിയമസഭയിൽ വെച്ചുകൊണ്ട് അവർക്കുള്ള സത്യപ്രതിജ്ഞ ചൊല്ലി അവർ സ്ഥാനമേൽക്കുമല്ലോ. അതുപോലെ MP-മാരാണെങ്കിൽ പാർലമെൻറ്റിൽ വെച്ചുകൊണ്ട് അവർ സത്യപ്രതിജ്ഞ ചെയ്ത് അതാത് പദവികൾ ഏറ്റെടുക്കും. അതാണ് 10ാമത്തെ കാര്യം വരുന്നത്, സത്യപ്രതിജ്ഞ.
തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ സഭയിൽ അംഗങ്ങളാകുന്നതിന് മുമ്പ് പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് 11-ാമത്തത് തെരഞ്ഞെടുപ്പ് ചെലവുകൾ കണക്കുകൾ. ചെലവ് കണക്കുകളാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പിന്റെ വരവ് ചെലവ് കണക്കുകൾ യഥാസമയം ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണം. ഓരോന്നിനും എത്ര രൂപയാണ് ചെലവ് വന്നിട്ടുള്ളത്, ഓരോ ബൂത്തുകൾ, അതുപോലെ ഓരോ മണ്ഡലങ്ങൾ, ആ കാര്യങ്ങൾ മേൽ ഡിപ്പാർട്ട്മെന്റിന് സമർപ്പിക്കേണ്ടതുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് 12-ാമത്തത് തെരഞ്ഞെടുപ്പ് പരാതികൾ. ഏതൊരു സ്ഥാനാർത്ഥിക്കോ അല്ലെങ്കിൽ വോട്ടർക്കോ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ മറ്റ് ക്രമക്കേടുകളോ പരാതികളോ ഉണ്ടെങ്കിൽ അതാത് പ്രദേശത്തെ ഹൈക്കോടതികളിൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. ഇത് തെരഞ്ഞെടുപ്പിന് ശേഷം എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതാത് മണ്ഡലങ്ങളുടെ അല്ലെങ്കിൽ പരിധിയുടെ ഹൈക്കോടതികളിൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് ഒരു എലക്ഷൻ്റെ പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങളായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 5-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. റൈറ്റ് ഇൻ ബ്രീഫ് ഷോർട്ട് നോട്ട് കമ്മിങ് ഓഫ് ഇലക്ട്രൽ സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ ദൗർബല്യങ്ങൾ എന്തെല്ലാമാണ്? അതിൽ ഫസ്റ്റ് ഒന്നാമത്തെ ദൗർബല്യം വരുന്നത് പണത്തിൻ്റെ സ്വാധീനമാണ്. ഒന്നാമത്തത് പണത്തിൻ്റെ സ്വാധീനം, മണി പവർ. ഇവിടെ തിരഞ്ഞെടുപ്പിൽ കണക്കിൽപ്പെടാത്ത പണം ഉപയോഗിക്കുന്നു. അതായത് ധാരാളം കള്ളപ്പണം കോഴ കൊടുത്തിട്ടും അതുപോലെ മറ്റുള്ളവരെ പണം നൽകി വശീകരിക്കുകയും ചെയ്യുന്ന രീതി ഇലക്ഷൻ്റെ സമയത്ത് പൊതുവിൽ കണ്ടുവരാറുണ്ട്. തെരഞ്ഞെടുപ്പിൽ കണക്കിൽപ്പെടാത്ത പണം ഉപയോഗിക്കുന്നു. അഴിമതി വർദ്ധിക്കുന്നു. 1956 കമ്പനി നിയമമനുസരിച്ച് കമ്പനികൾക്ക് അവരുടെ ലാഭത്തിൽ നിന്ന് എത്ര രൂപ വേണമെങ്കിലും സ്ഥാനാർത്ഥികൾക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികൾക്കോ സംഭാവന ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഇപ്രകാരം സമ്പന്ന രക്ഷാധികാരികളുടെ സാന്നിധ്യം തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളിൽ ചെയ്യുന്ന സ്വാധീനം നീതിയുക്തമായിരിക്കുകയില്ല. ഇത് ഇലക്ഷൻ്റെ സമയത്ത് തന്നെ ബിസിനസ് സ്ഥാപനങ്ങൾ കോടിക്കണക്കിന് രൂപ ഇത്തരം സ്ഥാനാർത്ഥികൾക്ക് നൽകുകയും അവർ ഇലക്ഷനിൽ വിജയിച്ച് MLA-യോ MP-യൊക്കെ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഈ സ്ഥാനാർത്ഥികൾക്ക് നൽകിയ പണത്തിന് പകരമായിട്ട് തിരിച്ചും കമ്പനികൾക്കും ചില ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കും. അതൊരു പക്ഷേ പൊതുജനങ്ങൾക്കിടയിലുള്ള ഒരു നീതിയുക്തമായിട്ടുള്ള പ്രവൃത്തിയായിരിക്കുകയില്ല ഉണ്ടാവുക. അപ്പോൾ ഇത്തരത്തിൽ ഇലക്ഷനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് പണത്തിൻ്റെ സ്വാധീനം. ഇനി നെക്സ്റ്റ് രണ്ടാമത്തത് വരുന്നതാണ് അക്രമ രാഷ്ട്രീയം. ഇവിടെ കയ്യൂക്ക് രാഷ്ട്രീയത്തെ സ്വാധീനിച്ചുകൊണ്ട് അക്രമത്തിൻ്റെ വേദിയാക്കി മാറ്റുന്നു. ധാരാളം അക്രമങ്ങൾ നടക്കുവാനുള്ള സാധ്യത ഉള്ളതാണ് ഈ എലക്ഷൻ. അതായത് കരുത്തുള്ള ആളുകളാണെങ്കിൽ അതായത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആണെങ്കിൽ അവർ ചെറിയ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ പരസ്പരം ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ഒരു സംവിധാനങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പിന്നെ അതിൻ്റെ പുറമെ കള്ളവോട്ട് രേഖപ്പെടുത്താറുണ്ട്. ബൂത്ത് കയ്യേറ്റവും വർദ്ധിച്ചു വരുന്നുണ്ട്. അതായത് ചില പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടായിരിക്കും. അത്തരം മേഖലകളിലേക്ക് ബൂത്തുകൾ അതാത് ഭാഗത്തെ രാഷ്ട്രീയ പാർട്ടികൾ കയ്യേറുകയും എന്നിട്ട് വരുന്ന ആളുകളെ, സ്വതന്ത്രമായിട്ട് വരുന്ന ആളുകളെ പോലും ഒന്നുകിൽ വോട്ട് ചെയ്യാൻ സമ്മതിക്കാത്ത അവസ്ഥ, ഇനി അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥികൾക്ക് നിർബന്ധിച്ച് വോട്ട് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുപോലെ ബൂത്തുകൾ പിടിച്ചെടുക്കുക, ഏജന്റുമാർ ആക്രമിക്കപ്പെടുക, ദുർബല വിഭാഗത്തിൽപ്പെട്ടവർ വോട്ട് ചെയ്യാതിരിക്കുവാൻ വേണ്ടി അവർക്ക് നേരെ ബോംബെറിയുക തുടങ്ങിയ ആക്രമണ പ്രവർത്തനങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പ് ദിവസത്തിൽ സാധാരണയായിട്ട് അരങ്ങേറാറുണ്ട്. ഈ മാർഗങ്ങളിലൂടെ കുറ്റവാളികളും കുറ്റവാസനയുള്ളവരും മറ്റും തെരഞ്ഞെടുക്കപ്പെടുന്നു. മാത്രമല്ല കള്ളവോട്ട് ധാരാളമായിട്ടുണ്ടാകുന്നു. ആൾമാറാട്ടവും സർവ്വസാധാരണയായിട്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എലക്ഷൻ്റെ ദൗർബല്യങ്ങളായിട്ടാണ് കാണുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് മൂന്നാമത്തെ കാര്യമാണ് ജാതിമത ശക്തികളുടെ സ്വാധീനം. ജനപ്രതിനിധികൾ നിയമമനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിക്ക് മതം, ജാതി, സമുദായം, ഭാഷ എന്നിവയുടെ പേരിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനുള്ള അധികാരം ഇല്ല. അതായത്
മതം, ജാതി, സമുദായം, ഭാഷ ഇവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വോട്ട് തേടുവാനുള്ള അവകാശം വരുന്നില്ല. പക്ഷേ പൊതുവിൽ നമ്മുടെ രാജ്യത്താണെങ്കിലും ഇത്തരത്തിലുള്ള ജാതിയാണെങ്കിലും മതത്തിൻ്റെ പേരിലാണെങ്കിലൊക്കെ വോട്ട് അഭ്യർത്ഥിക്കുകയും അത്തരത്തിൽ ജനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യൽ പതിവാണ്. ജനങ്ങൾക്ക് ഇവയോടുള്ള വൈകാരിക ബന്ധത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് പല സ്ഥാനാർത്ഥികളും പ്രചരണം നടത്തുന്നത്. ഈയിടെ ഉണ്ടായ സുപ്രീം കോടതി വിധി മതത്തിൻ്റെ പേരിൽ വോട്ട് ചോദിച്ചു എന്ന കുറ്റം ചുമത്തി പഞ്ചാബിലെ ഒരു തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. അതായത് മതത്തിൻ്റെ പേരിൽ വോട്ട് ചോദിക്കുക എന്നുള്ളത് നിയമ ലംഘനമാണ്. പക്ഷേ പലപ്പോഴും ഈ മതത്തോട് അതുപോലെ ജാതിയോടൊക്കെ ഓരോ മനുഷ്യർക്കും വൈകാരികമായ ബന്ധമാണ് വരുന്നത്. ഈ വൈകാരിക ബന്ധത്തെ പലപ്പോഴും സ്ഥാനാർത്ഥികൾ ചൂഷണം ചെയ്യാറുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് 4-മത്തെ കാര്യം, സർക്കാർ പദവിയെയും അതുപോലെ സംവിധാനങ്ങളെയും ദുരുപയോഗപ്പെടുത്തുക. കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ അധികാരത്തിലിരിക്കുന്നവർ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ഔദ്യോഗിക പദവിയും സംവിധാനങ്ങളും ദുരുപയോഗപ്പെടുത്തുന്നു. അതായത് ഇപ്പോൾ നിലവിൽ ആരാണോ കേന്ദ്രം ഭരിക്കുന്നത് അവരുടെ തീരുമാനങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിയമിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും പലപ്പോഴും അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കേന്ദ്രങ്ങളിൽ ഭരിക്കപ്പെടുന്ന ആളുകളും അതുപോലെ സംസ്ഥാനങ്ങളിൽ ഭരിക്കപ്പെടുന്ന ആളുകളും അവരുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് ഉദ്യോഗസ്ഥന്മാരെ ഉണ്ടാക്കുകയും പിന്നെ അവർക്ക് സ്വാധീനമുള്ള മേഖലകളാണെങ്കിൽ ബൂത്ത് കയ്യേറൽ, കള്ളവോട്ട് ചെയ്യിപ്പിക്കുക, പിന്നെ വോട്ടർ പട്ടികയിൽ ധാരാളമായിട്ട് ആളുകളെ പേര് ചേർക്കുക, പിന്നെ മാത്രമല്ല വോട്ടിംഗ് മെഷീനുകൾ എടുത്തുകൊണ്ട് മറ്റൊന്ന് അതിലേക്ക് വോട്ട് മെഷീനുകളൊക്കെ മാറ്റുക. യഥാർത്ഥമുള്ള വോട്ട് മെഷീൻ എടുത്തുകൊണ്ട് അവർ സെറ്റ് ചെയ്ത വോട്ട് മെഷീൻ അതിൽ വെക്കുക. ഇങ്ങനെയുള്ള ദുരുപയോഗ പ്രവൃത്തികളൊക്കെ പലപ്പോഴും നടക്കാറുണ്ട്. ഓക്കെ, 4-മത്തെ കാര്യമാണ് സർക്കാർ പദവിയെയും സംവിധാനങ്ങളെയും ദുരുപയോഗപ്പെടുത്തുക. ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ ദൗർബല്യങ്ങളായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 6-മത്തെ ക്വസ്റ്റ്യൻ ആണ്. 6-മത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്തെല്ലാമാണ്? അതിൻ്റെ ആൻസർ നോക്കൂ. ഒന്നാമത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. ഒന്നാമത്തത് പാർലമെന്റ് അംഗങ്ങൾ, നിയമസഭാ അംഗങ്ങൾ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവയെ തിരഞ്ഞെടുക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ പാർലമെന്റ് അംഗങ്ങൾ നമ്മൾ MP-മാരെന്ന് പറയില്ല, മെമ്പർ ഓഫ് പാർലമെന്റ്, അതിലേക്ക് ഇലക്ഷനിലൂടെയാണ് തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ MP-മാരെ തിരഞ്ഞെടുക്കുന്നത്. ഇനി ഓരോ സംസ്ഥാനങ്ങളിലേക്കുമുള്ള നിയമസഭാ അംഗങ്ങൾ, അത് നമുക്ക് എന്ത് പറയാം, MLA എന്ന് പറയാം, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, നിയമസഭയിലേക്കുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രസിഡന്റ്, അതുപോലെ തന്നെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്, ഇവരെയൊക്കെ ഇലക്ഷനിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇനി 2-മത്തെ കാര്യം വോട്ടർ പട്ടിക തയ്യാറാക്കുക. ഓരോ സെൻസസിന് ശേഷവും ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപും ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി അവ പുതുക്കുക. അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലോ, ഓരോ നിയമസഭയിലെയും അംഗങ്ങളെ സെൻസസ് നടത്തും. എന്നിട്ട് ജനസംഖ്യയിലുള്ള മാറ്റത്തിനനുസരിച്ച് മണ്ഡലങ്ങളുടെ വിസ്തീർണം കണക്കാക്കുകയും ഏരിയ തിരിക്കുകയൊക്കെ ചെയ്യും. ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയിൽപ്പെട്ടതാണ്. അതുപോലെ നെക്സ്റ്റ് വരുന്നത് 3-മത്തത് വരുന്നത് രാജ്യത്തുടനീളം തെരഞ്ഞെടുപ്പ് പ്രക്രിയക്ക് മേൽനോട്ടം വഹിക്കുക. 4-മത്തത് വേണ്ടത്ര നേരത്തെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുക. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം അതായത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് നേരത്തെ ഒരു 2-3 മാസം മുമ്പൊക്കെ ആയിട്ട് എന്ത് ചെയ്യണം, തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടതുണ്ട്. അത് പുറപ്പെടുവിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇനി 5-മത്തത് തർക്കങ്ങൾ അന്വേഷിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ നിയമിക്കുക. പിന്നെ 6-മത്തത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ തടയപ്പെട്ടാൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുക. അതുപോലെ 7-മത്തത് ബാലറ്റ് പട്ടികകൾ സൂക്ഷിച്ച് വോട്ടുകൾ തിട്ടപ്പെടുത്തേണ്ടത് കമ്മീഷന്റെ ചുമതലയാണ്. അതായത് ഇലക്ഷൻ കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുക. ഇനി അതിനുശേഷം എന്തെങ്കിലും ആ ഡിപ്പാർട്ട്മെന്റിന്, അതായത്
ആ ഒരു 5 വർഷ കാലാവധി പൂർത്തിയാകുന്നത് വരെ ആ മെഷീനുകളൊക്കെ എന്തിനാ കൃത്യമായി സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം പിന്നീട് തർക്കങ്ങളോ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള വോട്ട് മെഷീനുകളൊക്കെ ഹാജരാക്കേണ്ടി വരും. അപ്പോൾ ഇത് ഇലക്ഷൻ കഴിഞ്ഞ് അത് വളരെ ഭദ്രമായിട്ട് സൂക്ഷിക്കണം. റിസൾട്ട് പ്രഖ്യാപിക്കുന്ന കാര്യത്തിലും തുടർന്നുള്ള കാര്യങ്ങളിലൊക്കെ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ റിപ്പോർട്ടും നാമനിർദ്ദേശങ്ങളും സമർപ്പിക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ഇലക്ഷൻ കമ്മീഷന്റെ കർത്തവ്യമാണ്, ചുമതലയാണ്. ഇനി ഇവിടെ മറ്റൊരു കാര്യം പറയുന്നത് നോക്കൂ. രാഷ്ട്രീയ കക്ഷികൾക്കും സ്ഥാനാർത്ഥികൾക്കും വോട്ടർമാർക്കും പെരുമാറ്റച്ചട്ടത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കുന്നു. അതായത് പെരുമാറ്റച്ചട്ടം എന്ന് പറഞ്ഞാൽ ഇലക്ഷന്റെ വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ, ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. അപ്പോൾ പെരുമാറ്റച്ചട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ്, മാർഗനിർദ്ദേശങ്ങളാണ് വേണ്ടത്, ഈ കാര്യങ്ങൾ തയ്യാറാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കും. അതുപോലെ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് പരിധി നിശ്ചയിക്കുക. ഓരോ സ്ഥാനാർത്ഥിയും എത്ര രൂപ വരെ ചെലവഴിക്കാൻ പറ്റും, അതിൻ്റെ ചെലവിൻ്റെ പരിധി നിശ്ചയിക്കേണ്ടതുണ്ട്. മാത്രമല്ല സ്ഥാനാർത്ഥികൾ സമർപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് ചെലവ് കണക്കുകൾ പരിശോധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം നാമനിർദ്ദേശം നൽകുമല്ലോ. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്വത്ത്, മറ്റു കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടതുണ്ട്. അവയൊക്കെ പരിശോധിക്കുന്നതാണ്. പ്രസിഡന്റോ സംസ്ഥാന ഗവർണർമാരോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയ്ക്കായി സമർപ്പിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് തർക്കങ്ങളും പരാതികളും പരിഹരിക്കുക. ഇനി ഇലക്ഷന് ശേഷം ഒന്നുകിൽ പ്രസിഡന്റോ അല്ലെങ്കിൽ സംസ്ഥാന ഗവർണർമാരോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവ പരിഹരിച്ച് ആ പരാതികളൊക്കെ പരിഹരിക്കേണ്ട ഉത്തരവാദിത്വവും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ റിഫോംസ് ദാറ്റ് ഹാവ് ടേക്കൻ പ്ലേസ് ഇൻ ദ ഇലക്ട്രൽ സിസ്റ്റം? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വന്ന തെരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങൾ എന്തെല്ലാമാണ്? അതിൻ്റെ ആൻസർ നോക്കൂ. 1974, 1990 തർക്കുബെ കമ്മിറ്റിയുടെയും ഗോസ്വാമി കമ്മിറ്റിയുടെയും റിപ്പോർട്ട് പ്രകാരം തെരഞ്ഞെടുപ്പ് പരിഷ്കാരം നടത്തുവാൻ തീരുമാനമായി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി TN ശേഷന്റെ ചുമതലയിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ കമ്മീഷണർ ആരായിരുന്നു? TN ശേഷൻ ആയിരുന്നു. അവിടെ കൊണ്ടുവന്ന പരിഷ്കരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, വോട്ട് ചെയ്യുവാനുള്ള പ്രായം 21 നിന്ന് 18 കുറച്ചു. അപ്പോൾ ഒന്നാമത്തത്, ആദ്യ കാലഘട്ടങ്ങൾ 90 വരെയുള്ള കാലഘട്ടങ്ങളിൽ 21 വയസ്സായിരുന്നു ഇലക്ഷൻ്റെ വോട്ട് ചെയ്യുവാനുള്ള പ്രായം. അത് 18 കുറച്ചു. പിന്നെ രണ്ടാമത്തെ കാര്യം, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വർദ്ധിപ്പിച്ചു. ഈ സ്ഥാനാർത്ഥികൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് എമൗണ്ട് കെട്ടിവെക്കേണ്ടതുണ്ട്. അതിൻ്റെ എമൗണ്ട് തുക വർദ്ധിപ്പിച്ചു. അതുപോലെ നെക്സ്റ്റ് വരുന്നത്, ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്യുവാൻ തുടങ്ങി. അതുപോലെ വോട്ടിംഗ് യന്ത്രം നിലവിൽ വന്നു. ബാലറ്റ് യന്ത്രമൊക്കെ മാറ്റിയിട്ട് വോട്ടിംഗ് യന്ത്രങ്ങൾ നിലവിൽ വരുവാൻ തുടങ്ങി. ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എക്സ്പ്ലെയിൻ അബൌട്ട് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് വിശദീകരിക്കുക. അതിൻ്റെ ആൻസർ നോക്കൂ. ഇന്ത്യൻ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പദവികളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ്, ഈ സംവിധാനങ്ങളുടെയൊക്കെ വോട്ടർ പട്ടിക തയ്യാറാക്കുക. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഒന്നാമത്തത് ചെയ്യുന്നത് വോട്ടർ പട്ടിക തയ്യാറാക്കുക, ഇലക്ഷൻ്റെ മേൽനോട്ടം വഹിക്കുക, അതിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുക. ഇവയൊക്കെ ചെയ്യുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. ഇതൊക്കെ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 324 പ്രകാരം ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ചിട്ടായിരിക്കണം ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കേണ്ടത്. ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ആവശ്യമെങ്കിൽ രാഷ്ട്രപതി കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന അത്രയും
തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ഉൾപ്പെടെയുള്ള ഒരു സമിതിയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതായത് പ്രധാനമായിട്ടും ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരിക്കും. ഇനി പ്രസിഡന്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നിലധികം കമ്മീഷണർമാരെ നിയമിക്കാം. പിന്നെ അതിന് താഴെ വരുന്ന അദ്ദേഹത്തിനെ സഹായിക്കുന്ന സമിതി ഉൾപ്പെടുന്നതാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കുവാൻ ഓരോ സംസ്ഥാനത്തിലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉണ്ടായിരിക്കും. ഇപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടല്ലോ കേന്ദ്രത്തിലുള്ളത്, അതിൻ്റെ പുറമെ ഓരോ സംസ്ഥാനങ്ങളിലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർ ഉണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ പുറമെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവാദിത്തത്തിലല്ല വരുന്നത്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് MLA, അതായത് ഓരോ സംസ്ഥാനങ്ങളിലെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതുപോലെ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഇവ പ്രധാനമായിട്ടും മേൽനോട്ടം വഹിക്കുന്നത് ഇന്ത്യയുടെ കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരിക്കും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അതേസമയം ഈ പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത്, അതുപോലെ മുനിസിപ്പാലിറ്റി, നഗരസഭകൾ, അതുപോലെ കോർപ്പറേഷനുകളൊക്കെ ഉണ്ടല്ലോ, ഇവയിലേക്കുള്ള വോട്ടെടുപ്പിനെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്നത് ആരായിരിക്കും? അത് അതാത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരിക്കും. അവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം വരുന്നത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകാംഗ കമ്മീഷനോ ബഹു അംഗ കമ്മീഷനോ ആകാം. അതായത് ഏകാംഗ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ കമ്മീഷണർ ആയിരിക്കുക. ബഹുഅംഗം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം കമ്മീഷണർമാർ ഉണ്ടായിരിക്കുക. 1989 വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകാംഗ കമ്മീഷൻ ആയിരുന്നു. ഒറ്റ കമ്മീഷനേ ഉണ്ടായിരുന്നുള്ളൂ. 1989 പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയോഗിച്ച് അത് ബഹു അംഗ കമ്മീഷനാക്കി. അതായത് ഒന്നിലധികം കമ്മീഷണർമാരെ നിയമിച്ചു എന്നർത്ഥം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വീണ്ടും അത് ഏകാംഗ കമ്മീഷനാക്കി പുനഃക്രമീകരിച്ചു. 1993 വീണ്ടും 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ കൂടി നിയോഗിച്ച് ബഹു അംഗ കമ്മീഷനാക്കി മാറ്റി. ആ നില ഇപ്പോഴും തുടരുന്നു. അതായത് ഇപ്പോൾ നിലവിലുള്ളത് ബഹു അംഗ കമ്മീഷൻ, അതായത് കേന്ദ്രത്തിലുള്ള ടോപ്പ് മുഖ്യ ചുമതലയുള്ള കമ്മീഷണറും, അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങൾക്കും ചുമതലയുള്ള കമ്മീഷണറും ഉൾപ്പെടെ ഒന്നിലധികം, അതായത് 2 കമ്മീഷണർമാരായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നർത്ഥം. ഇനി നെക്സ്റ്റ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രധാനപ്പെട്ടതാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അതായത് CEC എന്നറിയപ്പെടും, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇലക്ഷൻ കമ്മീഷന്റെ അധ്യക്ഷനായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന് മറ്റു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെക്കാൾ കൂടുതൽ അധികാരം ഉണ്ടായിരിക്കുന്നതല്ല. തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഏത് കാര്യങ്ങൾ തീരുമാനിക്കുവാനും 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും തുല്യ അധികാരങ്ങളും കൂട്ടുത്തരവാദിത്ത സ്ഥാപനമെന്ന നിലയിൽ നിലനിൽക്കുന്നതാണ്. അതായത് നമ്മൾ ഒന്നിലധികം കമ്മീഷണർമാരുണ്ട് എന്ന് പറയുന്നു, ബഹുഅംഗ കമ്മീഷണർ, അവർക്ക് 2 പേർക്കും തുല്യ ഉത്തരവാദിത്തങ്ങളാണ് വരുന്നത്. ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനാണെങ്കിലും അതുപോലെ ഓരോ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനാണെങ്കിലൊക്കെ തുല്യ ഉത്തരവാദിത്തങ്ങളാണ് വരുന്നത്. ഇനി മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നത്. ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നത് ആരായിരിക്കും? രാഷ്ട്രപതിയാണ്. അതിനെന്ത് വേണം? കേന്ദ്ര മന്ത്രിസഭയുടെയൊക്കെ അംഗീകാരം. ഉപദേശപ്രകാരമാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭരണകക്ഷിക്ക് അവർക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കുന്ന വ്യക്തിയെ കമ്മീഷനിൽ ഉൾപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. അപ്പം നേരത്തെ പറഞ്ഞല്ലോ, നിലവിൽ ഭരിക്കുന്ന
പാർട്ടികൾ പലപ്പോഴും ഇലക്ഷനെ അവർക്ക് വേണ്ടി അനുകൂലമാക്കുവാൻ ശ്രമിക്കാറുണ്ട്. അതിൽ ഒരു ഭാഗമാണ് ഇത്. ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അല്ലേ? രാഷ്ട്രപതി ആരുടെ സപ്പോർട്ടിങ്ങിലായിരിക്കും? നിലവിൽ ഭരിക്കുന്ന പാർട്ടിയുടെ സപ്പോർട്ടിങ്ങിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിലവിൽ ഭരിക്കുന്ന പാർട്ടിയുടെ കാര്യങ്ങൾക്കനുസരിച്ച് ചെയ്യാൻ പറ്റാവുന്ന ആളുകളെ പലപ്പോഴും ഇലക്ഷൻ കമ്മീഷണറായിട്ട് ചുമതലപ്പെടുത്താറുണ്ട്. ഇങ്ങനെ ഈ ഒരു ആശങ്കയുള്ളത് കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ മാറ്റണമെന്ന അഭിപ്രായം നിലവിലുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും മറ്റ് കമ്മീഷണർമാരുടെയും കാലാവധി ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. ഇവരുടെ കാലാവധി വരുന്നത് ഒന്നെങ്കിൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തിയാവുക. ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അത് തന്നെയായിരിക്കും കമ്മീഷണർമാരുടെ കാലാവധി. ഒന്നെങ്കിൽ 6 വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ ആ ചുമതല ഒഴിയേണ്ടി വരും. ഇനിയല്ല, ആദ്യം 6 വർഷം തികയുന്നതിന് മുമ്പ് 65 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാലും തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടി വരും. കാലാവധി പൂർത്തിയാകും എന്നർത്ഥം. ഇനി കാലാവധി എത്തുന്നതിന് മുമ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ രാഷ്ട്രപതിക്ക് പുറത്താക്കുവാനുള്ള അവകാശമുണ്ട്. പക്ഷെ അതിനെന്ത് വേണം? ഇതിന് ഇരു സഭകളിലെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. അതായത് രാജ്യസഭയിലെയും അതുപോലെ തന്നെ ലോക്സഭയിലെയും ഒക്കെ എലക്ഷൻ നടത്തി, അതായത് അഭിപ്രായം വോട്ടെടുപ്പിനിട്ട് അതിൽ കൂടുതൽ ആളുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഒഴിവാക്കണമെന്നുള്ള അഭിപ്രായം വന്നു കഴിഞ്ഞാൽ ഈ സഭയുടെ നിർദ്ദേശപ്രകാരം വേണമെങ്കിൽ എന്ത് ചെയ്യാം? പ്രസിഡന്റിന് ഇലക്ഷൻ കമ്മീഷണറെ ഒഴിവാക്കാവുന്നതാണ്. ഇനി തെരഞ്ഞെടുപ്പുകളിൽ ഭരണകക്ഷി തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ മടിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പുറത്താകാതിരിക്കാനാണ് ഈ വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ രാഷ്ട്രപതിക്ക് പുറത്താക്കുവാനുള്ള അവകാശം ഉണ്ട്. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതിയെ കമ്മീഷണറെ നിയമിക്കുന്നതും അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ നിയമസഭയുടെ അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം ഒരു കമ്മീഷണറെ പുറത്താക്കുകയും ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? രാഷ്ട്രപതിക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ക്ലാസ്സുകളെല്ലാം കൃത്യമായിട്ട് കേൾക്കുക, നോട്ട്സുകൾ എഴുതിയെടുക്കുക, നന്നായിട്ട് പഠിക്കണം, എക്സാമിനൊക്കെ നല്ല മാർക്ക് മേടിക്കണം. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ക്ലാസ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, താങ്ക് യു.